അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സുകാർക്ക് നാളെ നടക്കാനിരിക്കുന്ന ഫിഖ്ഹിൻ്റെ 2 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം, ശരിക്ക് ശരി അടയാളം നൽകാം. 1. വലിയ അശുദ്ധിയുടെ കാരണം. കുളി, പ്രസവിക്കുക, വുളൂ ഇല്ലാതിരിക്കൽ എന്ന് തന്നിട്ടുണ്ട്. വലിയ അശുദ്ധിയുടെ കാരണം എന്താണ്? പ്രസവിക്കുക. അതിന് നേരെയുള്ള കള്ളിയിൽ ശരി നൽകുക. 2. ചുരുങ്ങിയ നിഫാസ്. 2 മിനിറ്റ്, 3 മിനിറ്റ്, അല്പസമയം. ഉത്തരം അല്പസമയം. 3. ഹൈലുണ്ടാകുന്ന ഏകദേശ വയസ്സ്. 8, 9, 11. ഉത്തരം 9 വയസ്സ്. 4. വുളൂഇൻ്റെ ഫർളുകൾ. 6, 4, 3. ഉത്തരം 6. ചോദ്യം 5. വുളൂഇൻ്റെ നിയ്യത്ത് പറയൽ ഫർളാണ്, കറാഹത്താണ്, സുന്നത്താണ്? സുന്നത്താണ്. 6. ശൗച്യം ചെയ്യൽ ഹറാമായ വസ്തു. എല്ല്, പേപ്പർ, കല്ല്. ഉത്തരം എല്ല്. രണ്ടാമത്തെ പ്രവർത്തനം, 2 എണ്ണം വീതം എഴുതാം. 1. നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ. 2 എണ്ണം എഴുതാനാണ്. 1. മുസ്ലിം ആവുക. 2. പ്രായപൂർത്തിയാവുക. രണ്ടാമത്തെ ചോദ്യം, പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ. 1. 15 വയസ്സ് പൂർത്തിയാവുക, മനി പുറപ്പെടുക, ഹൈലുണ്ടാവുക. മൂന്നാമത്തെ ചോദ്യം, ത്വഹൂറായ വെള്ളം. മഴവെള്ളം, പുഴവെള്ളം, കിണറിലെ വെള്ളം, കടൽ വെള്ളം, ഇതൊക്കെ ത്വഹൂറായ വെള്ളമാണ്. 4. ത്വാഹിറായ വെള്ളം. തേങ്ങ വെള്ളം, കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, ഇതൊക്കെ ത്വാഹിറായ വെള്ളമാണ്. ചോദ്യം 3 വ്യക്തമാക്കാം. 1. നജസായ വെള്ളം. നജസായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളത്തിനാണ് നജസായ വെള്ളം എന്ന് പറയുന്നത്. 2. മുസ്തഅമൽ. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിനാണ് മുസ്തഅമൽ എന്ന് പറയുന്നത്. 3. കുളി. കുളി എന്ന് പറഞ്ഞാൽ നിയ്യത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി. ചോദ്യം 4 തെരഞ്ഞെടുത്ത് എഴുതാം. ബ്രാക്കറ്റിൽ രക്തം, ചലം, നായ, പന്നി, ലഹരി ദ്രാവകങ്ങൾ, മദിയ് എന്ന് തന്നിട്ടുണ്ട്. അതിൽ മുത്തവസ്സിത്തായ നജസും മുഅല്ലലായ നജസും വേർതിരിച്ച് എഴുതാനാണ്. ആദ്യം മുത്തവസ്സിത്തായ നജസുകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. രക്തം, ചലം, ലഹരി ദ്രാവകങ്ങൾ, മദിയ്, ഇതൊക്കെ മുത്തവസ്സിത്തായ നജസാണ്. മുഅല്ലലായ നജസുകളോ? നായ, പന്നി, ഇത് മുഅല്ലലായ നജസുമാണ്. അടുത്ത പ്രവർത്തനം 5ാമത്തത്, തെറ്റുകൾ ശരിയാക്കി എഴുതാനാണ്. 1. ബാങ്ക് വിളിക്കാൻ വുളൂ നിർബന്ധമാണ്. വുളൂ നിർബന്ധമുണ്ടോ ബാങ്ക് വിളിക്കാൻ? ഇല്ല. ബാങ്ക് വിളിക്കാൻ വുളൂ സുന്നത്താണ്. അടുത്ത ചോദ്യം, വുളൂഇന് ശരീരം മുഴുവൻ വെള്ളം ചേർക്കണം. വുളൂഇനാണോ? അങ്ങനെ അല്ല. അപ്പം നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? കുളിക്ക് ശരീരം മുഴുവൻ വെള്ളം ചേർക്കണം. 3. തല അല്പം തടവൽ വുളൂഇന് സുന്നത്താണ്. തല അല്പം തടവൽ വുളൂഇന് ഫർളാണ് അല്ലേ? തല അല്പം തടവൽ വുളൂഇന് ഫർളാണ്. 4ാമത്തെ ചോദ്യം, ഭക്ഷ്യവസ്തു ശൗചം ചെയ്യൽ കറാഹത്തായ വസ്തുവാണ്. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? അല്ല, ഭക്ഷ്യവസ്തു ശൗചം ചെയ്യൽ ഹറാമായ വസ്തുവാണ്. അടുത്ത പ്രവർത്തനം, ഉത്തരം എഴുതാം. 1. വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിഞ്ചാ പറ്റുകയുള്ളൂ. എപ്പോഴാണിത്? ഉത്തരം നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിഞ്ചാ പറ്റുകയുള്ളൂ. 2. മുഖഫഫായ നജസ് ഏതാണ്? ഉത്തരം
2 വയസ്സ് തികയാത്ത പാലല്ലാതെ ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ലഘുവായ നജസ് അഥവാ മുഖഫഫായ നജസ്. അതുകൊണ്ട് മലിനമായാൽ നമ്മൾ ആ മൂത്രമായ സ്ഥലത്തെല്ലാം എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി. 3-ാമത്തെ ചോദ്യം, നായ പന്നി അല്ലാത്ത ശവത്തിൻ്റെ തോൽ ശുദ്ധിയാകും എങ്ങനെ? ഉത്തരം, നായ പന്നി എന്നിവയല്ലാത്ത ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും. അടുത്ത പ്രവർത്തനം യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ 2 കൊല്ലത്ത് 2, 6, മഴവെള്ളം, ജ്യൂസ്, മതിയ് എന്ന് തന്നിട്ടുണ്ട്. ചോദ്യം 1, ഉളൂഇൻ്റെ ഫർളുകൾ ഡാഷ്. ഉത്തരം 6. 2, കുളിയുടെ ഫർളുകൾ. ഉത്തരം 2. 3, 200 ലിറ്റർ വെള്ളം, അതാണ് 2 കൊല്ലത്ത്. 4, തൊഹൂറ്, തൊഹൂറായ വെള്ളമാണ് മഴവെള്ളം. 5, തോഹിർ, ജ്യൂസ്. 6, മുത്തവസ്സിത്ത്, മതിയ്. 2-ാമത്തെ പ്രവർത്തനം തെറ്റുകൾ ശരിയാക്കി എഴുതാം. 1, നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് നുബുവത്തിൻ്റെ 10-ാം വർഷം റമളാൻ മാസത്തിലാണ്. ഉത്തരം, നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് നുബുവത്തിൻ്റെ 11-ാം വർഷം റജബ് മാസത്തിലാണ്. 2, ഉളൂഇൽ നിയ്യത്ത് പറയൽ നിർബന്ധമാണ്. ഉത്തരം, ഉളൂഇൽ നിയ്യത്ത് പറയൽ സുന്നത്താണ്. 3, ലഹരി ദ്രാവകങ്ങൾ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും. അങ്ങനെയല്ല, ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകും. 4, ശൗചം ചെയ്യേണ്ട വെള്ളം തോഹിർ ആയിരിക്കണം. ഉത്തരം, ശൗചം ചെയ്യേണ്ട വെള്ളം തൊഹൂർ ആയിരിക്കണം. ചോദ്യം 3, ഉത്തരം എഴുതാം. 1, മുസ്തഅ്മൽ എന്ന് പറയുന്നു ഏതിന്? ഉത്തരം, ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്തഅ്മൽ എന്ന് പറയും. 2, ഖളാ വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏത്? ഉത്തരം, ഹൈലോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ്. ആ സമയത്തെ നിസ്കാരം ഖളാ വീട്ടാനും പാടില്ല. 3, നജസല്ലാത്ത ശവങ്ങൾ ഏതെല്ലാം? ഉത്തരം, മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി ഇവയുടെ ശവങ്ങൾ നജസല്ല. 4, ഹൈലിൻ്റെ ചുരുങ്ങിയ സമയവും കൂടിയ ദിവസവും എത്ര? ഉത്തരം, ചുരുങ്ങിയത് 1 ദിവസവും കൂടിയ ദിവസം 15 ദിവസവുമാണ്. ചോദ്യം 4, വ്യക്തമാക്കാം. 1, തൊഹൂറ്. ഉത്തരം, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും, അതിനാണ് തൊഹൂർ എന്ന് പറയുന്നത്. 2, മുഖഫഫ്. ഉത്തരം, 2 വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. 3, നിഫാസ്. ഉത്തരം, പ്രസവത്തിന് ശേഷം 15 ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണിത്. 4, ഉളൂഇൻ്റെ നിയ്യത്തിൻ്റെ രൂപം. ഉത്തരം, ഉളൂഅ് എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നോ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ കരുതണം. ചോദ്യം 5, 2 വീതം എഴുതാം. 1, നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ. ഉത്തരം, മുസ്ലിമാവുക, പ്രായപൂർത്തിയാവുക, ബുദ്ധിയുണ്ടാവുക, ഹൈള്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയുണ്ടാവുക. 2, ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ. ഉത്തരം, ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ, ഭക്ഷ്യവസ്തു, എല്ല് ഇതുകൊണ്ടൊന്നും ശൗചം ചെയ്യാൻ പാടില്ല, ഹറാമായ വസ്തുക്കളാണ്. 3, ഉളൂഅ് സുന്നത്തുള്ള കാര്യങ്ങൾ. ഉത്തരം, ഖുർആൻ ഓതുക, ബാങ്ക് വിളിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക, ഇതിനൊക്കെ ഉളൂഅ് സുന്നത്തുള്ളതാണ്. അതിൽ ഏതെങ്കിലും 2 എഴുതുക. 4, വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ. ഉത്തരം, ഹൈള് രക്തം മുറിയുക, നിഫാസ് രക്തം മുറിയുക, പ്രസവിക്കുക. ഏതെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമുള്ളത് 2 ഇവയെല്ലാത്തിൽ നിന്നും പഠിച്ചു വെക്കുക. ചോദ്യം 6, പൂരിപ്പിക്കാം. 1, അല്ലാഹുമ്മ ത്വഹിർ ഖൽബി
ഡാഷ് മിനൽ ഫവാഹിഷ്. ഉത്തരം അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. 2 ലാ ഹല്ല ഫി ഡാഷ് അസ്വലാത്ത. ഉത്തരം ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക്ക സ്വലാത്ത. നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്നായിട്ട് പഠിക്കണം. അസ്സലാമു അലൈക്കും.